ഇപ്പൊ ഏകദേശം മാസം മെയ് ആയി. ഗൾഫിലെ കൂട്ടുകാരാവട്ടെ, നമ്മൾ സുഹൃത്തുക്കളാവട്ടെ, നമ്മൾ ബന്ധുക്കളാവട്ടെ, പലരും ഗൾഫിൽ ലീവിനായിട്ട് വരുന്ന കാലമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ, അമേരിക്ക ഇതിൽ കാര്യമായിട്ട് എഫക്ട് ചെയ്തിരിക്കുകയാണ്. പല ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, പല ആൾക്ക് ശമ്പളം പെൻഡിങ് ആയി കിടക്കുകയാണ്. അവിടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പം പലപ്പോഴും ഫുഡൊക്കെ ഷിപ്സിലൂടെയാണ് സപ്ലൈ ചെയ്ത് പല ഗൾഫ് രാജ്യങ്ങൾ എത്തില്ല. അപ്പൊ ഫുഡ് ഷോർട്ടേജിന്റെ പ്രശ്നം ചെറുതായിട്ടുണ്ട്. പിന്നെ വില, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരും അറിയില്ല. 5 ദിർഹത്തിന് കിട്ടുന്ന സാധനം ഇപ്പൊ 10 ദിർഹമായിട്ടുണ്ട്, 10 കിട്ടുന്ന സാധനം 25 ദിർഹമായിട്ടുണ്ട്. ആരെങ്കിലും കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ച് വരാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ എയർലൈൻസുകാരെ അവസ്ഥ അറിയാലോ. 3000-4000 ദിർഹം വെച്ചിട്ടാണെങ്കിൽ റിയൽ വെച്ചിട്ടാണ് ഇപ്പൊ ടിക്കറ്റ്സ് വരുന്നത്. പലരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്, ദയനീയമാണെന്ന് പറയാം. ഗൾഫിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും, നമ്മുടെ അനിയന്മാരെ, ഏട്ടന്മാരാണെങ്കിലും, നമ്മുടെ അച്ഛൻ, അമ്മ എല്ലാവരും പൈസ കറക്റ്റ് സ്ഥലത്ത് അയച്ചിട്ടുണ്ട്. ദൈവം ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ റെമിറ്റൻസ്, അതായത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പൈസ അത് പഴയ പോലെ കിട്ടുന്നില്ല. റെമിറ്റൻസ് പലപ്പോഴും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ എക്കണോമി കാര്യമായിട്ട് തന്നെ ബാധിക്കും. കാരണം എക്കണോമി ഗ്രോ ചെയ്യണം, ബിസിനസ് നടക്കാനും, എല്ലാ കാര്യം ട്രാൻസാക്ഷൻ നടക്കാനും ഗൾഫ് മണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഗൾഫിൽ ഉണ്ടാകുന്ന കൂട്ടുകാരോട് കുറെ കാര്യങ്ങൾ, നമ്മൾ ഐഫോണ്, വാച്ച്, മിഠായി, അതിന് കുറെ കാര്യം ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രാവശ്യം ദയവ് ചോദിക്കാതിരിക്കുക. കാരണം പലരുടെ അവസ്ഥ വളരെ മോശമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തതാക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു ഇറാൻ അമേരിക്ക വാറുന്നായിരിക്കും, പക്ഷെ അവിടെ പലരും ഇതൊന്ന് സർവൈവ് ചെയ്യാൻ, ഇതിലൂടെ കടന്നു പോകാൻ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കണ്ടറിഞ്ഞ് നിങ്ങൾ ചെയ്യുക. ദയവേത് ഇപ്രാവശ്യം ഗൾഫിൽ സന്തോഷത്തോടെ വരുന്ന നിങ്ങളുടെ കൂട്ടുകാരെ വെറുതെ ഓരോന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. അവസ്ഥ അത്രയും മോശമാണ്. ഗൾഫിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അടിയിൽ കമന്റ് ചെയ്യുക.